അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലേക്ക് എത്തുന്ന ഓരോ സിനിമാ പ്രേമികളെയും കാത്തിരിക്കുന്ന ഒരു അത്ഭുത ഇടമുണ്ട്. 30 വർഷത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മളെ കൂട്ടുകൊണ്ടുപോകുന്ന വേറിട്ട ലോകം. 1994 മുതൽ മലയാളികളുടെ മുന്നിലേക്ക് ലോക സിനിമയുടെ വലിയ നേർക്കാഴ്ചകൾ തുറന്നു നൽകിയ IFFK 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിസംബർ 17-നാണ് മലയാളികളുടെ സിനിമാ സംസ്കാരത്തിന് പുതുവഴി തുറന്ന് കോഴിക്കോട് വെച്ച് ആദ്യ IFFK വേദി ഒരുങ്ങുന്നത്. പിന്നീടങ്ങോട്ട് 3 പതിറ്റാണ്ടിന്റെ യാത്ര. ഭൂതക്കണ്ണാടി, എന്ന സ്വന്തം ജാനക്കുട്ടി, ഗുരു, കളിയാട്ടം എന്നീ ചിത്രങ്ങളൊക്കെ തന്നെ 1998 കാലഘട്ടത്തിൽ സിനിമാ പ്രേമികളിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഇത്രയും കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഓരോ വർഷത്തെയും ഓരോ എക്സ്പീരിയൻസ്, ഓരോ അന്ന് കാണിച്ച ഓരോ സിനിമകൾ, അതിൻ്റെ ഹിസ്റ്ററികൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുപാട് കാണാനുണ്ട്. നമ്മൾ ഈ 8 ദിവസത്തിനേക്കാളും ഒരു മാസം കാണേണ്ട ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ സത്യം പറഞ്ഞുണ്ട്. IFFKയുടെ സിഗ്നേച്ചർ ലോഗോ തോൽപ്പാവക്കൂത്തിലെ സ്ത്രീരൂപം വിഖ്യാത ചലച്ചിത്രകാരനായ G. അരവിന്ദൻ രൂപകൽപ്പന ചെയ്തതാണ്. 1994 മുൻപേ അദ്ദേഹം മരണപ്പെട്ടെങ്കിലും ഇന്ത്യൻ പനോരമയ്ക്ക് വേണ്ടി G. അരവിന്ദൻ ഒരുക്കിയ ലോഗോ IFFKയുടെ മുഖചിത്രമാകുകയായിരുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ഇതിൽ നോക്കിയാൽ നമുക്ക് ഒത്തിരി പേര് പഴയ തലമുറ അവരുടെ എല്ലാ ഫിലിംസും അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് അപൂർവമായിട്ട് കാണാൻ കഴിയുന്നത്. കേവലം ഒരു ചിത്ര പ്രദർശനത്തിനപ്പുറം ഈ ചുവരുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് IFFKയുടെ സമ്പന്നമായ ചരിത്രമാണ്. ആദ്യ പതിപ്പ് മുതലുള്ള ഡെലിഗേറ്റ് ഐഡിയും തോൾ സഞ്ചിയും അടക്കമുള്ള കാഴ്ചകൾ ഏറെ കൗതുകവും ഉണർത്തുന്നു. ക്യാമറമാൻ രതീഷിനോടൊപ്പം സനീറ്റ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.